കുഞ്ഞിച്ചോ മിനസാൻ നമ്മുടെ റിട്ടേൺ ഓഫ് ദി മൗണ്ട് ഹോസെക്റ്റിന്റെ സീസൺ 1ന്റെ എപ്പിസോഡ് 2ലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും ചെറിയൊരു ഡൗട്ട് ഉണ്ട്, ഈ സീരീസും നമ്മുടെ മിസ്റ്റ്മൈറ്റ് മഹയുമായിട്ടും നാനുമീഷനായിട്ടും എന്തായാലും കണക്ഷൻസ് ഉണ്ടോ എന്ന്. ഗൈസ്, അങ്ങനെ ഒരു തരത്തിലുള്ള കണക്ഷൻസ് ഇല്ല. ഇത് ആ സെയിം യൂണിവേഴ്സിലും അല്ല, ആ സെയിം ഓതറിൻ്റെ ഇല്ല. ഇത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മാൻഹോ തന്നെയാണ്. നമ്മുടെ ഈ ആനിമിയിലൊക്കെ ഉള്ളതുപോലെ നമ്മുടെ മാൻഹോ അടുത്തുള്ള ഒരു സെയിം ആയുള്ള കാറ്റഗറിയാണ് ഈ മുറിം എന്ന് പറയുന്നത്. ഈ മുറിമിൻ്റെ അകത്ത് ഓർത്തഡോക്സും അൺഓർത്തഡോക്സും ഡിമോണിക് കൾട്ട് മിക്ക സീരീസിൻ്റെ അകത്തുണ്ട്. അതുപോലെയാണ് ഇതിൻ്റെ അകത്തും ആ ഡിമോണിക് കൾട്ട് വന്നിട്ടുള്ളത്. അല്ലാതെ ഇത് മിസ്റ്റ്മൈറ്റ് മഹിമയായിട്ടോ നാനുമിഷനായിട്ടോ ഒരു തരത്തിലുള്ള ബന്ധവും ഇല്ല. പിന്നെ ഈ സീരീസിനെ പറ്റി ഒരു ചെറുതായിട്ടൊന്ന് ഓടിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ അകത്തെ നായകനായിട്ട് ഹെവലി ഡീമനായിട്ട് യുദ്ധം ചെയ്തതിന് ശേഷം അദ്ദേഹത്തിനെ കൊന്നതിന് ശേഷം മരിച്ചു പോകുവാണ്. എന്നിട്ട് 100 വർഷത്തിന് ശേഷം റിഗ്രസ് ചെയ്യുവാണ്. എന്നാൽ അതേ സമയത്ത് അവന്റെ സെറ്റായുള്ള മൗണ്ട് ഹോസെറ്റ് ലോകത്തിലെ ഏറ്റവും ടോപ്പ് 3 ഒരെണ്ണമായിരുന്നു. എന്നാൽ 100 വർഷത്തിന് ശേഷം അവൻ റിഗ്രസ് ചെയ്ത് വരാൻ നിർത്ത് ഈ മൗണ്ട് ഹോസെറ്റ് നിലം പതിച്ചിരുന്നു. ആൻഡ് വീണ്ടും ഈ സെറ്റിനെ അവൻ ഉയരങ്ങളിലേക്ക് തിരിച്ച് കൊണ്ടുവരുന്ന കഥയാണ് ഈ സീരീസ് മെയിൻലി ചർച്ച ചെയ്യുന്നത്. അത്യാവശ്യം നല്ലൊരു ജേർണി തന്നെയായിരിക്കും, ഞാൻ ഉറപ്പ് തരുവാണ്. ഈ സീരീസ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അങ്ങനെ ഈ എപ്പിസോഡ് തുടങ്ങാൻ നേരത്ത് അദ്ദേഹം ചോദിക്കുകയും ചെയ്യും, എന്തേ നിനക്കപ്പ മൗണ്ട് ഹോസെറ്റിലേക്ക് കയറണോ? അല്ല, നീ പറഞ്ഞല്ലേ നമ്മൾ പുതിയ ആരെയും അക്സെപ്റ്റ് ചെയ്യത്തില്ലെന്ന്. അല്ല, അതൊക്കെ ഞാൻ പറഞ്ഞു, പക്ഷേ എന്നിട്ട് അവൻ സമ്മതിക്കാഞ്ഞുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക്. ഇതേ സമയം അവർ രണ്ടും നമ്മുടെ ചങ് മങ്ങിനെ നോക്കിയപ്പോൾ അവനട്ടെ ബോ ചെയ്ത് അവിടെ നിപ്പുണ്ട്. ചങ് മങ്ങല്ലേ, അവൻ കണ്ടിട്ട് ചിരിക്കുവാണ്. പക്ഷേ ശരിക്കും ഇറിറ്റേറ്റഡ് ആയ പോലെയാണല്ലോ എനിക്ക് തോന്നുന്നത്. പിന്നെ കാണിക്കുന്നത് കുറച്ച് മുമ്പത്തെ കാര്യമാണ്. അതായത് അവൻ മൗണ്ട് ഹോസെറ്റിലേക്ക് നടന്നു വരുന്ന ആ ഒരു സമയം. അവസാനം ഞാനിവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് മൗണ്ട് ഹോസെറ്റിലേക്കുള്ള ആദ്യത്തെ വഴി. സത്യം പറഞ്ഞാൽ ശരിക്ക് ക്ഷീണിച്ച്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയാണ് യഥാർത്ഥ ടെസ്റ്റ്. ഈ മൗണ്ടൻ കയറി ഞാൻ മുകളിൽ വരെ എത്തണമെന്ന് പറഞ്ഞ് അവനോടി അതിലേക്ക് കയറാൻ തുടങ്ങി. സത്യം പറഞ്ഞാൽ അത്ര എളുപ്പമൊന്നുമല്ലായിരുന്നു. കുറച്ചധികം കഷ്ടപ്പാടായിരുന്നു മൗണ്ട് ഹോസെറ്റിന്റെ ടോപ്പിലേക്ക് എത്താനായിട്ട്. അവന്റെ ലൈഫ് തന്നെ ഇവിടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന രീതിയിൽ അവന് മുകളിലേക്ക് കയറണമായിരുന്നു. എന്നാൽ അത് എളുപ്പമല്ലായിരുന്നു. അവൻ പലതവണ അപകടത്തിൽ പെടാനും പോയി. പക്ഷേ എത്രയൊക്കെ അപകടമാണെങ്കിലും അവൻ വിട്ടുകൊടുക്കാനും തയ്യാറായിരുന്നു. അവൻ വീണ്ടും ആ ഒരു ഉന്മേഷത്തോടെ പിടിച്ച് മുകളിലേക്ക് കയറി. ആൻഡ് ഏറ്റവും മുകളിൽ കയറി ചെന്നപ്പോഴാണ് അവൻ ശരിക്കും ഞെട്ടിത്തെറിച്ചിരുന്നു പോയത്. അല്ല, അത് അതിവിടെ പോയി. മൗണ്ട് ഹോസെറ്റിന്റെ ആ ഒരു സൈൻ ബോർഡ് അതിവിടെ പോയി എന്ന് പറഞ്ഞ് തലക്ക് മേളിൽ കൈ വെച്ച് അവനെ കിടന്ന് ബഹളം ഉണ്ടാക്കും. നാശം, സെക്രട്ടറി ചാങ്മൺ എല്ലാ ദിവസവും വന്ന് ക്ലീൻ ചെയ്തിരുന്ന ആ ഒരു ബോർഡ് അതിവിടെ പോയി. ഈ ഒരു ബഹളം കേട്ടുകൊണ്ട് ഒരാൾ നേരെ പുറത്തേക്ക് ഇറങ്ങി വരും. അല്ല, അതാരാണ്? അദ്ദേഹം മൗണ്ട് ഹോസെറ്റിലെ ഒരു ആളായിരുന്നു. അല്ല, നീ ഇവിടേക്ക് ഒറ്റക്കാണോ വന്നത്? നീ എങ്ങനെയാണ് ഇവിടം വരെ ഒറ്റക്ക് വന്നത്? അത് പിന്നെ ഞാൻ മല കയറിയെന്ന് പറഞ്ഞവർ വിശ്വസിക്കത്തില്ല. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, താങ്കൾ മൗണ്ട് ഹോസെറ്റിലെ ഒരു അംഗമാണോ? അതെ. ഓ, അപ്പം മൗണ്ട് ഹോസെറ്റ് കംപ്ലീറ്റ്ലി ഡിസപ്പിയർ ആയിട്ടില്ലല്ലേ? വാ, അകത്തേക്ക് വാ. എന്ത്? ഞങ്ങൾ പുറത്തുനിന്ന് അങ്ങനെ ആരെയും ഇപ്പം അക്സെപ്റ്റ് ചെയ്യാറില്ല. പക്ഷേ ഇത്തരം വൈകിയ സ്ഥിതിക്ക് ഇനി എന്തായാലും നിനക്ക് തിരിച്ചു വന്നത് പാടായിരിക്കും. അതുകൊണ്ട് അകത്തേക്ക് വാ. നിനക്ക് എന്തായാലും ഇന്ന് രാത്രി ഇവിടെ തന്നെ കഴിയാം. അങ്ങനെ അകത്ത് കയറിയപ്പോഴാണ് അവൻ ശരിക്കും അന്തം വിട്ട് അവിടെ നിന്ന് പോയത്. കാര്യം അവിടെ കംപ്ലീറ്റ്ലി മണ്ണായിരുന്നു. ഈവൻ ട്രെയിൻ ചെയ്യാൻ വേണ്ടി അവിടെ ഫ്ലോർ പോലും ഇല്ലായിരുന്നു. അല്ല, എന്തു പറ്റി? നാശം, ഇവിടെ ഉണ്ടായിരുന്ന ആ മാർബിൾ സ്റ്റോൺസ് ഒക്കെ അതിവിടെ പോയി. അല്ല, ഇത് ഇത് ട്രെയിനിങ് ഗ്രൗണ്ട് അല്ലേ? ഇത്ര സ്പേഷ്യസ് ആയിട്ട് ഇങ്ങനെ. ഹേ, അത് കുഴപ്പമൊന്നുമില്ല. നാശം, ഇവിടെ എന്താണ് സംഭവിച്ചത്? അല്ല, ഇവിടെ ഉണ്ടായിരുന്ന ആ ഒരു ഹെവൻലി ഗോൾഡൻ പാലസ് അതിവിടെ പോയി. അല്ല, അവിടെ എന്ത് പറ്റി? അവിടെ എന്തോ മിസ്സായതുപോലെ ഉണ്ടല്ലോ. അവിടെ എന്തോ നേരത്തെ ഇല്ലായിരുന്ന അത്? ഓ, നിനക്കും അങ്ങനെ തോന്നുന്നുണ്ടല്ലേ? പക്ഷെ കുറച്ച് നാളായിട്ട് അതങ്ങനെ എം ആയിട്ട് തന്നെയാണ് അവിടെ ഇരിക്കുന്നത്. സത്യം പറഞ്ഞാൽ നിന്റെ പ്രായത്തിലുള്ള ഒരാൾക്ക് അറിയേണ്ട കാര്യമൊന്നും അവിടെ ഇല്ല. പക്ഷെ ഉള്ളത് പറയാലോ, ഞങ്ങളുടെ മാർഷൽ ആർട്സിന് നാണക്കേട് ഉണ്ടാക്കുന്ന രീതിയിൽ. അതുകൊണ്ട് ഞങ്ങളൊന്നും നാണക്കെടും. കോപ്പ് എന്തേ വല്ലതും പറഞ്ഞോ? ഒന്നുമില്ല സാർ. എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. പക്ഷെ ഇവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം ഇവരുടെ തെറ്റില്ലല്ലോ. വാ, അകത്തേക്ക് വന്ന് പറഞ്ഞ് അവനെ വിളിച്ചോണ്ട് അകത്തേക്ക് പോയി. സത്യം പറഞ്ഞാൽ ഇവരാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടിട്ടുള്ളത്. മൗണ്ട് ഹോസെറ്റ് നഷ്ടത്തിന്റെ വക്കത്തെത്തിയിട്ടും ഇവരെങ്ങനെങ്കിലും ഇവിടെ പിടിച്ചു നിൽക്കുന്നുണ്ടല്ലോ. ഇതാണ് യുയാൻ ടെമ്പിൾ. ഭാഗ്യം, ഇതെങ്കിലും ഇവിടെ ഉണ്ടല്ലോ. സത്യം പറഞ്ഞാൽ മൗണ്ട് ഹോസെറ്റിലേക്ക് വരുന്ന ഗസ്റ്റിനും അവരുടേതായ കുറച്ച് ഡ്യൂട്ടീസ് ഉണ്ട് കേട്ടോ. സോ അകത്ത് കയറി ഞങ്ങളുടെ ആൻസിസ്റ്ററിന്റെ അടുക്കെ പ്രാർത്ഥിച്ചിട്ട് വാ. ശരിയെന്നും പറഞ്ഞ് അകത്തെ കയറിയപ്പോൾ അവൻ വീണ്ടും ഞെട്ടിത്തെറിച്ചു പോയി. കാര്യം അവിടെ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്ന ആ ഒരു ഗോൾഡൻ കാൻഡിൽ സ്റ്റിക്ക്, അത് മാത്രമല്ല ആ ഒരു ജിൻ ഡൈനാസ്റ്റിയിലെ എംബറിന്റെ സംഭവം. അല്ല, ഇവിടെ കുറെ അധികം സാധനമുണ്ട്. ഇപ്പൊ അതിൻ്റെ അകത്ത് പെയിന്റിങ്സ് പോലും ഇല്ലല്ലോ. അതിലുപരി അത് അതിവിടെ ഇല്ല. അല്ല, അതിവിടെ ആ ഒരു ഫ്ലവർ അതിവിടെ എവിടെയെങ്കിലും കാണുമല്ലോ. ഫ്ലവറോ? അതെ, ഇവിടെ ഒരു ഫ്ലവർ ഉണ്ടായിരുന്നല്ലോ. അതിവിടെ. അല്ല, നിനക്ക് എങ്ങനെയാണ് അതിനെപ്പറ്റി അറിയാവുന്നത്? ശരിയാണ്, ഒരു ഫ്ലവർ ഉണ്ടായിരുന്നു.
ഒരു പ്ലം ബ്ലോസത്തിന്റെ ഫ്ലവർ. സത്യം പറഞ്ഞാൽ സ്ട്രേഞ്ച് എല്ലാം വൈറ്റ് മെറ്റൽ കൊണ്ടാണ് അത് ക്രിയേറ്റ് ചെയ്തത്. ആ അത് തന്നെ, ആ ഫ്ലവർ തന്നെ. അതെവിടെ? അതോ അത് ഞങ്ങൾ വിറ്റ് കളഞ്ഞ്. ഇവിടെ പ്രത്യേകിച്ച് ഗുണമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് ടഫായുള്ള സ്പോട്ടിലേക്ക് എത്തിയപ്പോൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ലൊരു പ്രൈസ് കിട്ടിയപ്പോൾ ഞങ്ങൾ പിന്നെ നോക്കിയില്ല, അതങ്ങോട്ട് വിറ്റ് കളഞ്ഞ്. അതും കൂടെ കേട്ടപ്പോൾ അവൻ നേരെ മുട്ടുകുത്തി നിലത്തേക്ക് ഇരുന്ന് പോയി. സെക്ലേറ്റർ, സത്യം പറഞ്ഞ മൗണ്ട് ഹോസൈറ്റ് ശരിക്കും കൈവിട്ടു പോയി. അത് നമ്മുടെ ഉണ്ടായിരുന്ന 2 സീക്രട്ട് ആയുള്ള ആർട്ടിഫാക്ട്സിൽ ഒന്നായിരുന്നു. അത് ഈ വിഡ്ഢികള് വിറ്റ് കളഞ്ഞതാണ് പറയുന്നത്. എന്റെ പൊന്നോ, എടാ നിനക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞ് പെട്ടെന്ന് അദ്ദേഹം അവിടേക്ക് ഓടി വന്നു. നാശം, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. എത്രയും പെട്ടെന്ന് ഇതിനകത്ത് ഇടപെട്ടില്ലെങ്കിൽ ഇത് വീണ്ടും പ്രശ്നമായി പോകും. ഞാൻ സിൻസിയർലി ഒരു കാര്യം ചോദിക്കുവാണ്, എനിക്ക് നിങ്ങളുടെ സെക്ലേറ്ററിനെ ഒന്ന് കാണാൻ പറ്റുമെന്ന് പറഞ്ഞ് പെട്ടെന്ന് അവൻ തല കുനിച്ച് നിന്നു. എന്നിട്ട് പറയുകയും ചെയ്യും, എനിക്ക് മൗണ്ട് ഹോസെക്റ്റിൽ ജോയിൻ ചെയ്യണമെന്നുണ്ട്. അങ്ങനെയാണ് സെക്ലീഡറിന്റെ മുമ്പിലേക്ക് അവൻ വന്നത്. അപ്പോ നീ പറഞ്ഞു വരുന്നത് നിനക്ക് മൗണ്ട് ഹോസെക്റ്റിൽ ജോയിൻ ചെയ്യണമല്ലേ? അല്ല, നിനക്ക് ഉറപ്പാണോ? നീ മൗണ്ട് ഹോസെക്റ്റിനെ പറ്റി കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അതെ, എനിക്കറിയാം. സത്യം പറഞ്ഞാൽ ഇവന്മാർ അത്ര പെട്ടെന്ന് എന്നെ കയറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ അതിനുവേണ്ടി ഞാൻ കംപ്ലീറ്റ്ലി പ്രിപ്പയർഡ് ആണ്. ആൻഡ് അത് സെറ്റാക്കിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ചൻജിൻ 100 വർഷത്തിന് മുമ്പുള്ള ആ ഒരു യുദ്ധത്തിനുണ്ടായിരുന്ന ഒരുത്തനാണ്. എന്നാൽ ഒരു ക്ലിഫിൽ വെച്ച് അപകടം പറ്റി അവൻ നിലത്ത് വീടിയ സൈഡിലുണ്ടായിരുന്ന ഒരു പാസഞ്ചർ അവനെ കണ്ടെത്തി അവന്റെ വൂൺസ് ഒക്കെ ട്രീറ്റ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ചൻജിന് തിരിച്ചു പോകാൻ മാർഗ്ഗമില്ലാതെ അവൻ ഞങ്ങളുടെ കുടുംബത്തിനെ ട്രെയിൻ ചെയ്തിട്ട് തുടങ്ങി. അങ്ങനെ മൗണ്ട് ഹോസെക്റ്റിന്റെ ലെഗസി ഞങ്ങളിലൂടെ പാസ്സായി. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ ഇവരുടെ തുല്യ അവകാശമുള്ള ഒരു വ്യക്തി തന്നെയാണ്. ഇതെന്തായാലും വർക്കാകും. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് സീനിയർ എന്ന് പറയുന്നത് ഈ സെല്ലിലെ ഏറ്റവും ബെസ്റ്റ് പൊസിഷൻ എനിക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ സെക്യൂരിറ്റിന്റെ തുല്യമായ എന്തെങ്കിലും പവർ എനിക്ക് കിട്ടിയേക്കും. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. ഒന്നുമില്ലെങ്കിലും ഇവിടെയുള്ള എല്ലാ യങ്സ്റ്റേഴ്സും എൻ്റെ കീഴിലല്ലേ വരേണ്ടത്. അപ്പോൾ എന്തായാലും എങ്കിൽ നീ കയറിക്കോ. എന്ത്? ആ അല്ല, നീയല്ലേ പറഞ്ഞ നിനക്ക് കയറണമെന്ന്. എങ്കിൽ നീ കയറിക്കോ. അല്ല സെക്യൂരിറ്റർ, ഇവൻ ആരാണ് എന്താണെന്നൊന്നും അറിയാതെ. കുഴപ്പമൊന്നുമില്ല, ചിലപ്പോൾ ഇത് നമ്മുടെ ഡെസ്റ്റിനി ആയിരിക്കും. അല്ല, ഇതൊട്ടും നല്ലതല്ല. നിങ്ങൾക്ക് ചെറിയൊരു ഡൗട്ട് എങ്കിലും വേണ്ടേ? എന്ത് റീസൺ ആണെങ്കിലും അവൻ മൗണ്ട് ഹോസെക്റ്റിലേക്ക് കയറാൻ വന്ന ഒരു പയ്യനാണ്. അവനെ എങ്ങനെയാണ് നമ്മൾ ചുമ്മാ വിടുന്നത്? എന്ത് കാര്യത്തിലാണെങ്കിലും അവൻ്റെ തണൽ തേടിയാണ് ഇവിടെ വന്നത്. മൗണ്ട് ഹോസെറ്റ് എല്ലാവർക്കും തണൽ കൊടുക്കുന്ന ഒരു സെക്റ്റും കൂടിയാണ്. അതുകൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല. അവൻ ആവശ്യമുള്ള വസ്ത്രങ്ങളും റൂമെല്ലാം കൊടുത്തിട്ട് അവൻ്റെ റൂമിലേക്ക് കൊണ്ടുപോകും. നാളെ എന്തായാലും എൻട്രൻസ് സെറമണിയിലൂടെ അവൻ നമുക്ക് കയറ്റാം. എങ്കിൽ ശരി, ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ചെയ്യാം. നാശം, ഇത് പറ്റത്തില്ല. ഇങ്ങനെയാണെങ്കിൽ എന്റെ പൊസിഷൻ നേരെ താഴത്തേക്ക് വരുമല്ല. അങ്ങനെ പിന്നെ കാണിക്കുന്നത് ആ ഒരു പ്ലം ബ്ലോസത്തിന്റെ ആ ഒരു ചെറിയ ലോഗോ ആണ്. എന്താ അവസ്ഥയാണെന്ന് നോക്കണേ. ഞാനിപ്പോൾ ഇവിടുത്തെ ഏറ്റവും ലീസ്റ്റ് ആയുള്ള റാങ്കിലാണ് ഉള്ളത്. അതിലുപരി ഈ ഒരു സ്ഥലം ഇത് കണ്ടിട്ട് ഗസ്റ്റ് റൂമാണല്ലോ. പക്ഷേ ശരിക്കും സ്ട്രേഞ്ച് ആണ്. കാര്യം ടെമ്പററി പ്ലേസിൽ എന്താണ് ഇങ്ങനൊരു സ്ഥലം വെച്ചിരിക്കുന്നത്? സാധാരണ മൗണ്ട് ഹോസെക്റ്റിൽ ഏതെങ്കിലും പ്രൈവറ്റ് ആയുള്ള ബോർഡിംഗ് റൂമിലേക്ക് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ, ഗസ്റ്റോ അങ്ങനെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരെന്തായാലും ഈ റൂമിലാണ് വെക്കാറ്. ആൻഡ് അതിലുപരി ടീച്ചേഴ്സിൻ്റെ കൂടെ തന്നെയാണ് ബാക്കിയുള്ളവരെ നിർത്താറ്. പക്ഷേ ഇതൊട്ടും. ഈ സമയത്ത് ആ ഡോറ് അടച്ചവൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ആരാടാന്ന് പെട്ടെന്ന് ഒരുത്തൻ ചോദിച്ചത്. അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരുത്തൻ ചോദിക്കുകയും ചെയ്യും, നീ ആരാണ്? നീ എന്തിനാണ് എൻ്റെ റൂമിലേക്ക് ഒളിഞ്ഞു നോക്കുന്നത്? നീ ഒരു കള്ളനാണെന്ന് ചോദിച്ചോണ്ട് ഒരുത്തൻ അവന്റെ പുറകിൽ കിടന്ന് ബഹളം വെക്കുകയായിരുന്നു. ഗുൾ, എന്തു പറ്റിയടാ? എന്തു പറ്റി? ദേ ഈ കുരിപ്പ് അവൻ എൻ്റെ റൂമിൽ കയറി എന്തോ മോഷ്ടിക്കാൻ നോക്കിയാണ്. നാശം, ഞാൻ എന്താണ് ഇങ്ങനെയുള്ള സ്ഥലത്ത് പോയി പെട്ടുപോകുന്നത്? അല്ല, ഇവിടെ എന്താണ് ഇത്ര ബഹളം ഉണ്ടാക്കിയെന്ന് ചോദിച്ചോണ്ട് പെട്ടെന്ന് ഒരാളിടയ്ക്ക് കടന്നു വന്നു. നിങ്ങളുടെ ട്രെയിനിങ്ങിന്റെ സമയമില്ലേ, പിന്നെന്തിനാണ് നിങ്ങളിവിടെ കറങ്ങി നടക്കുന്നത്? ഞാനോട് ക്ഷമിക്കണം മാസ്റ്റർ, പക്ഷേ അല്ല നീ എന്റെ പേര് ചങ് മ്യങ് എന്നാണ്. ഓ, നീയാണല്ലേ ആ ഒരു ന്യൂ കമർ. എന്തായാലും കൊള്ളാം. ഇന്ന് വന്നതല്ലേ, ഒരു കാര്യം ചെയ്യ്, നീ ഇന്ന് റെസ്റ്റ് എടുത്തോ. നാളെ മുതൽ നമുക്ക് എന്തായാലും നിന്റെ ട്രെയിനിങ് പ്രോപ്പറായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ബാക്കിയുള്ളവരെല്ലാവരും എത്രയും പെട്ടെന്ന് താഴത്തേക്ക് വന്നു പറഞ്ഞ് അവൻ തിരിഞ്ഞു നടന്നപ്പോൾ അവരെല്ലാവരും യെസ് ആണെന്ന് വിളിച്ചുകൊണ്ട് താഴത്തേക്ക് ഇറങ്ങി. ഇതേ സമയം നേരത്തെ കണ്ട ആ ഒരു ഗുള്ളാട്ടെ തിരിഞ്ഞു നോക്കിയിട്ട് പറയും ചെയ്യും, ഡാ ചെറുക്ക, നിന്നെ ഞാൻ എന്തായാലും എടുത്തോളാം കേട്ടാന്ന് പറഞ്ഞ് അവൻ നേരെ നിലത്തേക്ക് പോയി. ശരിയാണ്. എൻ്റെ ക്യൂട്ടായുള്ള സക്സസസ് അല്ലേ മൗണ്ട് ഹോസെക്റ്റിലെ. എല്ലാവർക്കും പ്രോപ്പറായുള്ള അറ്റൻഷൻ ഞാൻ തന്നെ ഉണ്ട് കേട്ടോ. പക്ഷേ എൻ്റെ അറ്റൻഷൻ അത് കുറച്ച് ഡിഫറൻറ്റാ. കുഴപ്പമില്ല, നീയൊക്കെ പതുക്കെ പഠിച്ചോളും. അങ്ങനെ അന്നേ ദിവസം രാത്രിയായിട്ടുണ്ട്. ഗുള്ള് പറയും ചെയ്യും, ഊരടാ. ഊരാനാ? എന്തൂരാൻ? ഇവിടെ അങ്ങനെയാണ്. ഇവിടുത്തെ നിയമങ്ങൾ ഞാൻ പറയും. ഇവിടെ പൂരിട്ട് മര്യാദക്ക് മാറി നിൽക്കാൻ നോക്ക്, അല്ലെങ്കിൽ വെറുതെ എൻ്റെ കൈ കൊണ്ട് കൊള്ളും കേട്ടാ. ഒരു കാര്യം പറഞ്ഞേക്കാം, എത്രയും പെട്ടെന്ന് ഊരിക്കോ. എനിക്കധികം ക്ഷമയൊന്നുമില്ലെന്ന് പറഞ്ഞെടുത്ത് അവനോടെ കടിച്ചു പിടിച്ച് നിപ്പോണ്ട്. ഞാൻ ആദ്യം ഒരു ചോദ്യം ചോദിച്ചോട്ടെ? എന്തു പറ്റി? ഇവിടുത്തെ ബോർഡിംഗ് ഹൗസ് അഡ്വൈസറിന്റെ റൂം ഇവിടെ അടുത്താണോ? അഡ്വൈസറിന്റെ റൂമോ? അതേ എന്തായാലും ഇപ്പോൾ ഇവിടേക്കൊന്നും വരത്തൊന്നുമില്ല. പിന്നെ നീ ചോദ്യം ചോദിക്കാതെ മറ്റേ കൂരുന്നാണ് നല്ലത്, അല്ലെങ്കിൽ വെറുതെ എൻ്റെ കൈയുണ്ട്. ഡിസിപ്ലിൻ. എന്ത്? താങ്കളുടെ കഴുത്തിൽ ആ മസിൽ ഒന്ന് ഫ്ലെക്സ് ചെയ്തോ? എന്തിനാന്ന് ചോദിച്ചപ്പോൾ അവൻ്റെ മുഖത്ത് ആ ഒരു കൈ വന്ന് ഇരുന്നു.
അവന് റിയാക്ട് ചെയ്യാൻ പോലുള്ള ടൈം കിട്ടിയില്ല. അടുത്ത സെക്കൻഡ് നേരെ റൂഫിൽ പോയി ഇടിക്കുകയാണ്. അത് കണ്ട് നിന്ന എല്ലാവരുടെയും കണ്ണ് തള്ളി പുറത്ത് വന്നു. ലിറ്ററലി അവനെ അടിച്ച് അവനെ റൂഫിൽ കയറ്റി എന്ന് തന്നെ പറയണം. അപ്പോൾ എല്ലാവരും എന്നെ വെൽക്കം ചെയ്യാൻ വന്നതല്ലേ, വായും മൂടി ഇരിക്കുന്നതാടാ നായ്ക്കളെ, നിനക്കൊക്കെ നല്ലത്. ലിറ്ററലി അവിടെയുള്ള എല്ലാവരും പേടിച്ച് വിറച്ച് പോയിരുന്നു. ഡിസിപ്ലിൻ യുജോങ്, ആ മസാജ് കുറച്ചുകൂടെ പതുക്കെ ചെയ്തൂടെ? നിനക്ക് ഞാൻ സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് തരുന്നില്ലേ? ആ സാർ, ഓക്കെ സാർ, ഞാൻ എൻ്റെ ബെസ്റ്റ് ചെയ്യാം. ആ ഡിസിപ്ലിൻ ജോഗൾ, നീ ഇവിടേക്ക് വാ, മര്യാദക്ക് വാ, ഞാൻ നിന്നെ ഒന്നും ചെയ്യത്തില്ല. ആ സമയത്ത് പേടിച്ച് വിറച്ചുകൊണ്ട് ആ നേരെ മുന്നിലേക്ക് വന്നു. എനിക്കിപ്പോഴും മൗണ്ട് ഹോസക്കിന്റെ ആ ഒരു സിറ്റുവേഷൻ മനസ്സിലായിട്ടില്ല. സോ എനിക്ക് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. പറഞ്ഞോ, ഞാൻ എന്ത് വലിയ ഉത്തരം തരാൻ തയ്യാറാണ്. അല്ല, അവിടെ ഒരു ഹെവൻലി ഗോൾഡൻ പാലസ് ഇല്ലായിരുന്നോ? അതിപ്പോൾ അവിടെ കാണുന്നില്ലല്ലോ. അതിലുപരി മൗണ്ട് ഹോസക്ട് എന്താണ് ഈ ഒരു അവസ്ഥയിൽ ഇപ്പോൾ നിൽക്കുന്നത്? അല്ല, അത് പിന്നെ സാർ, താങ്കൾക്ക് പ്ലം ബ്ലോസം സോർട്സ് എന്നെ പറ്റി അറിയാവോ? ആ അറിയാം, കാരണം അത് ഞാനാണ്. ആ, ബാക്കിയുള്ള മാസ്റ്റേഴ്സ് പറയുന്നത് വെച്ച് നോക്കാൻ നേരത്ത് പ്ലം ബ്ലോസം സോർട്സ് അതിൻ്റെ ആ സമയത്തുണ്ടായിരുന്ന ആ ഒരു ഹെവൻലി ഡീമിനുള്ള ചന്മേനെ ഡിഫീറ്റ് ചെയ്തു. സത്യം പറഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ് ഉണ്ടാക്കിയത്. ഹെവൻലി ഡീമിൻ്റെ കൂടെയുള്ള ബാക്കിയുള്ള എല്ലാവരും അന്ന് രാത്രി അവരുടെ ആയുധങ്ങളുമായിട്ട് നമ്മുടെ മൗണ്ട് ഹോസെക്കിലേക്ക് വന്നു ഇവിടെ മുഴുവൻ തീയിട്ട് നശിപ്പിച്ചു എന്ന് തന്നെ പറയണം. ഇവിടെയുള്ള പലതും അത് മോഷ്ടിച്ച് കളയുകയും ചെയ്തു. എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു ഡാമേജ് ആയതുകൊണ്ട് സത്യം പറയുവാണെങ്കിൽ ഇന്നും നമ്മൾ അവിടുന്ന് റിക്കവർ ആയിട്ടില്ല. അല്ല, ഇതെന്താണ് ഈ പറയുന്നത്? അപ്പോൾ മൗണ്ട് ഹോസെക്ക് തകരം കാരണം ഞാനാണോ? നാശം, എൻ്റെ ഈ ജീവിതം. പിന്നെ കാണിക്കുന്നത് ചെറിയൊരു ഫ്ലാഷ് ബാക്ക് ആണ്. തായി ഫ്ലുമോക് സോഡ്. സത്യം പറഞ്ഞാൽ ഈ ടെക്നിക്കിന് വലിയ ആസ്പെക്റ്റ് ഒന്നുമില്ല, അതുമല്ല ഇതൊട്ടും പവർഫുള്ളോ അല്ല. നീ എന്ത് പറയുന്നു? നമ്മുടെ മൗണ്ട് ഹോസെറ്റിൽ നിന്ന് ഇതങ്ങോട്ട് റിമൂവ് ചെയ്ത് കളഞ്ഞാലോ? എന്ത് പറയുന്നു? ആ ശരിയാണ്, ആ ടെക്നിക്കിന് വലിയ പ്രത്യേകിച്ച് യൂസ് ഒന്നുമില്ല, നമുക്ക് വേണമെങ്കിൽ എടുത്ത് കളഞ്ഞേക്കാം. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, കുറച്ചധികം ആങ്സിസ്റ്റേഴ്സ് കൊണ്ട് തന്നത് കൊണ്ടാണല്ലോ. അല്ല, താങ്കൾ എന്താണ് ഈ പറയുന്നത്? എടുത്ത് കളയാണെങ്കിൽ എടുത്ത് അങ്ങോട്ട് കളഞ്ഞേക്കണം. പിന്നെ ലൈബ്രറിയിൽ നിന്ന് എടുത്ത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പുതിയതായിട്ട് വരുന്ന ആരും പഠിക്കത്തുമില്ല. ശരിയാണ്, അതെന്തായാലും ആ ഐഡിയ എനിക്ക് ഇഷ്ടപ്പെട്ടു. അല്ല, എനിക്ക് മറ്റൊരു കാര്യം പറയാനുണ്ട് ചങ്മ്യങ്. എന്ത് പറ്റി? സത്യം പറഞ്ഞാൽ അതിനും കൂടെ വേണ്ടിയാണ് ഞാൻ നിന്നെ ഇവിടേക്ക് വിളിപ്പിച്ചത്. നിനക്ക് അത്യാവശ്യം യോഗ്യതയായില്ലേ? നീയും കുറച്ച് ഡിസിപ്ലിൻസ് ചൂസ് ചെയ്ത് അവരങ്ങോട്ട് പഠിപ്പിച്ചൂടെ? അല്ല, ഇനി നീ അങ്ങനെ ചൂസ് ചെയ്താൽ തന്നെ നീ എങ്ങനെയായിരിക്കും അവരെ പഠിപ്പിക്കാൻ പോകുന്നത്? ആ, പെട്ടെന്ന് അവൻ്റെ കയ്യിലുണ്ടെന്ന ആ ഒരു ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, അതവൻ ഞെരട്ടി പൊട്ടിച്ച് കളഞ്ഞു. എന്നിട്ട് പറയും ചെയ്യും, അതിനിത്ര ആലോചിക്കാൻ തന്നെ ഇരിക്കുന്നത്, എല്ലാത്തിനും തല്ലി ഒരു മൂലക്കിടും. ചാകുന്നതിന് മുമ്പ് അവരെന്തായാലും പഠിച്ചോളൂ ഞാൻ എന്താണ് പഠിപ്പിക്കാൻ പോകുന്നത്. സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോൾ അവൻ ശരിക്കും സർപ്രൈസ് ആയി പോയി. അതിനുശേഷം അദ്ദേഹം ഒരിക്കലും എൻ്റെ അടുക്കെ ഡിസിപ്ലിനെ ചൂസ് ചെയ്യണമെന്ന് പറഞ്ഞ് വന്നിട്ടില്ല. എന്താണോ ആവോ? സാർ, അത് പിന്നെ മര്യാദക്ക് വിളിച്ചാൽ മതിട്ടാ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എങ്കിൽ ബോർഡിംഗ് ഹൗസ് അഡ്വൈസർ താങ്കളെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി അവിടേക്ക് വിളിക്കുന്നുണ്ട്, നമുക്ക് പോയാലോ? താങ്കൾക്ക് ഇന്നോട്ട് അവിടെ വരണം. മനസ്സിലായി, പോകാമെന്ന് പറഞ്ഞ് പിന്നെ കാണിക്കുന്നത് അവരുടെ ട്രെയിനിങ് ഹാളിലേക്ക് ചെന്നതാണ്. എല്ലാവരും അവരുടെ ബ്ലേഡ്സ് പ്രിപ്പയർ ചെയ്തോളൂ, നേരെ പുറകിലേക്ക്, എന്നിട്ട് അറ്റാക്ക് ചെയ്, എല്ലാവരും ഇപ്പൊ തന്നെ അറ്റാക്ക് ചെയ്യുന്ന പറഞ്ഞ് അവരെല്ലാവരും അത് സ്റ്റാർട്ട് ചെയ്തു. ചുരുക്കം പറഞ്ഞാൽ എല്ലാവരും അവിടെ പ്രാക്ടീസ് ചെയ്യുകയാണ്. പക്ഷേ ഇത് കണ്ടിരുന്ന ചങ്മങ് ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. അല്ല, ഇതെന്ത് തരത്തിലുള്ള സോഡ് ടെക്നിക്കാണ്? ആ ടെക്നിക്കിന്റെ പേരാണ് ദ ഇക്വിലിബ്രിയം സോഡ് ടെക്നിക്. സത്യം പറഞ്ഞാൽ അതൊരു ഫണ്ടമെന്റൽ ഉള്ള സോഡ് ടെക്നിക്കാണ്. നമ്മുടെ മൗണ്ട് ഹോസെക്കിന്റെ അടിത്തറ എന്ന് തന്നെ പറയണം. ഫണ്ടമെന്റൽ സോഡ് ടെക്നിക്ക്, മാങ്ങത്തൊലി, ഇതെന്ത് പിഡിത്തരങ്ങളെ ഇവര് കാണിച്ചു കൂട്ടുന്നത്? അതുമാത്രമല്ല, അത് യൂസ് ചെയ്താൽ ഈ പിള്ളേരെന്തായാലും സ്ട്രോങ്ങർ ആകത്തൊന്നുമില്ല. സത്യം പറഞ്ഞാൽ ഈ പിള്ളേരെല്ലാം ഒരു വലിയ ബുക്ക് കൊടുത്തിട്ട് ABCD പഠിപ്പിക്കുന്ന പോലെയാണ് ഇവർ ചെയ്യുന്നത്. എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല, പതുക്കെ എല്ലാം റെഡിയാക്കാൻ പറ്റത്തുള്ളൂ. ആകാശം കാണാൻ എന്തായാലും കൊള്ളാം, പക്ഷേ മൗണ്ട് ഹോസെക്കിന്റെ ഫ്യൂച്ചറിന് പോലും അത്രയും ഭംഗിയില്ലല്ലോ. ഞാൻ എവിടുന്ന് തുടങ്ങാനാണ്? ഡിസിപ്ലിൻ, എന്ത് പറ്റി? നിങ്ങൾ വേറെ എന്തൊക്കെ ടെക്നിക്ക് ഇവിടെ പഠിക്കുന്നുണ്ട്? അല്ല, അത് പിന്നെ നമ്മൾ ഇക്വിലിബ്രിയം സോഡ് ടെക്നിക്കാണ് ബേസിക് ആയിട്ട് പഠിക്കുന്നത്. അതിനുശേഷം 7 സേജിൻ്റെ ടെക്നിക്ക് പഠിക്കും. പിന്നെ നമ്മൾ ഇവിടെ ഗ്രാജുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയുള്ള ടെക്നിക്കൊക്കെ പഠിക്കാൻ പറ്റും. നമ്മൾ എല്ലാം ഗ്രാജുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൗണ്ട് ഹോസെക്കിൻ്റെ സേക്രഡ് ആയുള്ള ടെക്നിക്ക് ദ തൈ ഫ്ലുമോക് സോഡ് ടെക്നിക്. എന്ത്? സത്യം പറഞ്ഞാൽ 100 വർഷത്തിന് മുമ്പ് ചങ്മെങ്ങും ആ സമയത്തുണ്ടായിരുന്ന അവിടുത്തെ സെക് ലീഡറും കൂടെ ആ ഒരു ടെക്നിക്കാണ് എടുത്ത് കളയണമെന്ന് പറഞ്ഞത്. ആൻഡ് ആ ഒരു ടെക്നിക്കാണ് നിലവിലെ മൗണ്ട് ഹോസെക്കിന്റെ സീക്രട്ട് ടെക്നിക്ക് എന്ന് പറഞ്ഞ് എല്ലാവരെയും പഠിപ്പിച്ച് കൊടുക്കുന്നത്. അതും കൂടെ കേട്ടപ്പോൾ അവന്റെ ക്ഷമ ശരിക്കും പോയിരുന്നു. നാശം, ഇവരെന്താണ് ഈ പഠിച്ചു കൂട്ടുന്നത്? വേളം വെക്കൊന്നും വേണ്ട, ഇരുന്ന് പ്രാക്ടീസ് ചെയ്യുന്നു പറഞ്ഞ് അവരവിടെ വഴക്കിടുകയും ചെയ്യും. അങ്ങനെ അന്നേ ദിവസം വൈകുന്നേരം ആയിട്ടുണ്ട്. ഡിസിപ്ലിൻ ജോഗൽ, പറഞ്ഞോളൂ സാർ. ഫോർമലാകൊന്നും വേണ്ട. ശരി. അല്ല, നിനക്കൊരു സഹായം ചെയ്യാൻ പറ്റുമോ? സഹായമോ? എന്തു പറ്റി?
നീ ഒരു കാര്യം ചെയ്യ്. നാളെ രാവിലെ മുതൽ ഇവിടെയുള്ള എല്ലാവരെയും വെളുപ്പിനെ 5 മണിക്ക് തന്നെ ആ ട്രെയിനിങ് ഗ്രൗണ്ടിലേക്ക് എത്തിക്കണം. അതേപോലെ തന്നെ ഞാൻ മറ്റു കുറച്ച് കാര്യങ്ങൾ കൂടെ പറയാം. അതും കൂടെ നീ പ്രിപ്പയർ ചെയ്യണം. ആൻഡ് ഇതെല്ലാം തന്നെ 5 പേർക്ക് ഒരാളെന്ന രീതിയിൽ നീ പ്രിപ്പയർ ചെയ്യണം. ആ ഓക്കെ. അല്ല ഇതൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് നിനക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? കുഴപ്പമില്ല, അത് ഞാൻ ചെയ്തോളാം. ആ എങ്കിൽ നിന്റെ എന്തുവിശ്വാസം എനിക്ക് ഇഷ്ടപ്പെട്ടു. നീ പൊക്കോ, നാളെ എന്തായാലും കാണാമെന്ന് പറഞ്ഞ് അവനെ പറഞ്ഞ് വിടുകയും ചെയ്യും. എന്നിട്ട് അവൻ പറയുകയും ചെയ്യും, സത്യം പറഞ്ഞ മൗണ്ട് ഹോസക്കിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ശരിക്കും പരിതാപകരമാണ്. ഇവിടെ ടാലന്റ് ഇല്ല, വെൽത്ത് ഇല്ല, ടെക്നിക്ക് ഇല്ല. ഈ മൂന്നും ഒറ്റ ദിവസം കൊണ്ട് കൊളാപ്സ് ആയെന്ന് തന്നെ പറയാം. വെൽത്തും ടെക്നിക്കും ടാലന്റും ആണ് ഒരു സെറ്റിലെ ഏറ്റവും ബെറ്റർ ഉള്ള കാര്യം. ഈ മൂന്നെണ്ണത്തിൽ എനിക്കിപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം ഓരോരുത്തരുടെ ടാലന്റ് ആണ്. എന്നാൽ കറന്റ്ലി ഉള്ള തേർഡ് ഡിസിപ്ലിൻ എല്ലാവരും യൂസ്ലെസ് ആണെന്ന് തന്നെ പറഞ്ഞാൽ ഇവന്മാരെ കൊണ്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ 1000 അടി എടുത്ത് വെക്കണമെങ്കിലും ആദ്യം ഒരു ചുവട് വെക്കണമല്ലോ. നാളെ എന്തായാലും ഇവന്മാരുടെ ആദ്യത്തെ ചുവട് ഞാൻ വെപ്പിക്കും. പതുക്കെ പതുക്കെ ഇവന്മാരെ ഞാൻ നന്നാക്കി എടുക്കുകയും ചെയ്യും. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ സത്യം പറഞ്ഞാൽ എല്ലാവരും ഉറക്കക്ഷീണം കാരണം അവിടെ നിൽക്കുകയാണ്. ഡിസിപ്ലിൻ എന്തിന്റെ ചൊറിച്ചിൽ കാരണമാടാ നീയൊക്കെ ഞങ്ങൾ ഇവിടേക്ക് വിളിച്ചത്? സത്യം അവന്മാരാണത്, വല്ല കാര്യമുണ്ടാ? സത്യം പറഞ്ഞാൽ ആ ബഹളം വെച്ച ആരും തന്നെ ചങ് മങ്ങിന്റെ ആ ഒരു ബോർഡിംഗ് ഹൗസിലുള്ളവരല്ലായിരുന്നു. നിങ്ങളെ വിളിപ്പിച്ചത് അത് ഞാനാണെന്ന് പറഞ്ഞ് പെട്ടെന്ന് അവൻ അവിടേക്ക് വന്നു. അവനെ കണ്ടപ്പോൾ എല്ലാവരും ഞെട്ടി. നീയോ? നീ ഈ റീസെന്റ് വന്ന ആ ഒരു പുതിയ പയ്യനല്ലേ? നീ ഞങ്ങൾ സീനിയേഴ്സിനെ ആദ്യം റെസ്പെക്ട് എന്നിട്ടുണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞ് ദേഷ്യം പെട്ടപ്പോൾ ശരിയാണ് ശരിയാണ്, എൻ്റെ ഡിസിപ്ലിൻസ് ഞാൻ ആ കാര്യം മറന്നുപോയി. ഒരു കാര്യം ചെയ്യ്, നമുക്ക് അവിടെ വരെ പോയാലോ? ബാ, കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാമെന്ന് പറഞ്ഞ് അവിടെയുള്ള അവൻ്റെ സീനിയറുള്ള ഡിസിപ്ലിൻസിനെ എല്ലാവരും കൂടെ അവനൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. എന്ത് ചെയ്യാനാ, എന്നോട് ക്ഷമിക്ക്, ഞാൻ പുതിയതായിട്ട് വന്നല്ലേ, നമുക്ക് അകത്ത് കയറി സംസാരിക്കാമെന്ന് പറഞ്ഞ് അവരെല്ലാവരും കൂടെ അവിടെയുള്ള ഒരു റൂമിലേക്ക് കയറ്റി വാതിൽ അങ്ങോട്ട് അടച്ചു. കുറച്ചു നേരം അവിടെയൊന്നും സംഭവിച്ചില്ല. പക്ഷേ പെട്ടെന്നാണ് ആ സ്ഥലം കിടന്ന് കുലുങ്ങുന്ന പോലെ തോന്നിയത്. അല്ല, ബോർഡിംഗ് ഹൗസ് ബിൽഡിംഗ് കുലുങ്ങുന്നുണ്ടോ? പെട്ടെന്ന് അത് നന്നായിട്ട് കുലുങ്ങാൻ തുടങ്ങി. അടുത്ത സെക്കൻഡ് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ആ വാതിലും തുറന്ന് നേരെ പുറത്തേക്ക് ഓടുകയാണ്. അടുത്ത സെക്കൻഡിൽ തന്നെ അവന്മാരെല്ലാവരും വരി വരിയായിട്ട് അവൻ്റെ മുമ്പിൽ നിരന്ന് നിന്നു. അത് കൊള്ളാം, ഇപ്പം എനിക്കിഷ്ടമായി. ഇനി എന്തായാലും പ്രോപ്പർലി നമുക്ക് പഠിക്കാൻ തുടങ്ങിയാലോ? അപ്പോൾ ഇന്ന് ഈ നിമിഷം മുതൽ എല്ലാ ദിവസവും രാവിലെ നമ്മൾ ഒരുമിച്ച് ട്രെയിൻ ചെയ്യാൻ പോകുകയാണ്. പറഞ്ഞത് മനസ്സിലായോ? അങ്ങനെ അങ്ങനെ അന്നേ ദിവസം രാവിലെ സൂര്യനൊക്കെ ഉദിച്ചു. അവിടുത്തെ ആ ഒരു മാസ്റ്ററും എഴുന്നേറ്റു. അല്ല, പിള്ളേരാരും തന്നെ ഇവിടേക്ക് വന്നില്ല. നോർമലി അവരാണ് വന്ന് എന്നെ ഉണർത്താറ്. അതിനു പുറമെ ആ ഒരു ന്യൂ കമ്മർ വന്നതിന് ശേഷമാണ് ഈ ഒരു പ്രശ്നമെല്ലാം ഉണ്ടായത്. അവരെല്ലാവരും കിടന്ന് ഉറങ്ങുകയായിരിക്കും. അവനായിരിക്കണം എല്ലാത്തിനെയും ചീത്തയാക്കിയിട്ടുള്ളത്. ഇതെന്തായാലും വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. ഒരു കാര്യം ചെയ്യ്, എല്ലാവർക്കും ഒരു പാഠം പഠിപ്പിക്കണം. ഇനി എന്തായാലും ആരെയും വിട്ടുകൊടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് അവൻ അവിടേക്ക് വന്നപ്പോൾ കണ്ട കാഴ്ച ലിറ്ററലി ശ്വാസം പോലും എടുക്കാൻ പറ്റാതെ, നേരെ പോലും നിൽക്കാൻ പറ്റാതെ മൗണ്ട് ഹോസക്കിലെ തേർഡ് റൈറ്റഡ് ഡിസിപ്ലിൻസ് എല്ലാവരും നിലത്ത് കിടക്കുന്നതാണ്. അല്ല, എല്ലാവർക്കും ഇത് എന്നാ പറ്റി? ആർക്കും തന്നെ എണീറ്റിരിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ. അല്ല, ഇവിടെ എന്ത് പറ്റി? നിങ്ങളെല്ലാം എന്താണ് ചെയ്യുന്നത്? പക്ഷേ ആരും തന്നെ ഒന്നും പറഞ്ഞില്ല. എല്ലാവരും ഒന്ന് ഹെസിറ്റേറ്റ് ചെയ്തു. അല്ല, ഇവരെന്തിനാണ് ഇങ്ങനെ ഹെസിറ്റേറ്റ് ചെയ്യുന്നത്? അത് എന്നോട് പറയാനായിട്ട്. ജോകളിൻ്റെ ഒക്കെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് അല്ല, ആ ഒരു പയ്യൻ, ആ ന്യൂ കമർ എന്നു പറഞ്ഞ് അവനെ നോക്കിയപ്പോഴാണ് അവൻ്റെ കയ്യിലായിട്ട് ഒരു വലിയൊരു പാറ കഷ്ണം ഉണ്ടായിരുന്നു. അവൻ അത് വിട്ടുണ്ട് സ്കോട്ട് അടിച്ചോണ്ടിരിക്കുകയാണ്. അവൻ്റെ കാലുകൾ കിടന്ന് വിറക്കുകയും പെട്ടെന്ന് ഉള്ള ശക്തിയൊക്കെ കൊണ്ട് അവൻ എഴുന്നേറ്റിട്ട് പറയുകയും ചെയ്യും, 10,085 അത്ര തവണ അവൻ സ്കോട്ട് അടിച്ചിരുന്നു. ആൻഡ് ആ ട്രെയിനിങ് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്.